അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 82ാമത്തെ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് സംസാരിച്ചു കൊണ്ടിരുന്നത് ഉഹുദിൻ്റെ അനന്തരം ചില ആളുകൾ അവർ മുസ്ലിങ്ങൾക്ക് തിരിച്ചടി നൽകാനുള്ള ചില നീക്കങ്ങൾ നടത്തിയത്, പ്രധാനമായിട്ടും മദീനക്ക് പുറത്തുള്ള ചില ഗോത്രങ്ങളിൽ അത്തരം ശ്രമങ്ങൾ. ആ ഹുദൈൽ ഗോത്രം, അതിൻ്റെ തലവനായിരുന്ന ഖാലിദ് ബിൻ സുഫിയാൻ അൽ ഹുദലിയെ റസൂലുള്ളാഹി അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിനെ അയച്ച ആ ഒരു ശ്രമം പരാജയപ്പെടുത്തിയതെല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ പ്രധാനമായിട്ട് ഉഹുദിൻ്റെ അനന്തരം മുസ്ലിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടി വന്നത് രണ്ട് തരം ശത്രുക്കളെയാണ്. ഒന്ന് മദീനക്ക് പുറത്തുള്ള ഇത്തരം ഗോത്രങ്ങൾ, പിന്നീട് പ്രധാനമായിട്ട് ഇൻറ്റേണലായിട്ട് അകത്തുള്ളത് ജൂതന്മാരായിട്ടുള്ള ആളുകളാണ്. അവരും തല പൊക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ബനു നദീർ ഗോത്രത്തിനെതിരെ റസൂലുള്ളാഹി അവരുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗത്ത് പിന്നീട് നമ്മൾ വിശദീകരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഹുദൈൽ ഗോത്രം, അതിൻ്റെ ചില തിരിച്ചടികൾ, അത് തന്നെയാണ് നമ്മൾ ഈ ഒരു ഭാഗം ആരംഭിക്കുന്നത്. ആ ഗോത്ര തലവനെ വധിച്ചു. അപ്പോൾ ഗോത്രത്തിൽ ഭൂരിപക്ഷ ആളുകളും ആ ആക്രമണത്തെ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഈ ഗൂഢമായിട്ട് അവർ പദ്ധതി ചെയ്ത ആക്രമണത്തെ അനുകൂലിക്കുന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ ആ ഗോത്രത്തിൻ്റെ ചില അതായത് സബ് ട്രൈബുകളിൽപ്പെട്ട ചില നേതാക്കൾ അതിനെ അനുകൂലിക്കുന്നുണ്ടായിരുന്നു. അവർ ഇതിനെതിരെ തിരിച്ചടിക്കാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി അവർ വളരെ നീചമായിട്ടുള്ളൊരു പദ്ധതി ഒരുക്കുകയാണ്. അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർ അതിനുവേണ്ടി ചെയ്തത്, ഹുദൈൽ ഗോത്രത്തിലെ ചില നേതാക്കൾ സഹായത്തിന് വേണ്ടി സമീപത്തുണ്ടായിരുന്ന മറ്റ് രണ്ട് ഗോത്രങ്ങളെ സമീപിക്കുകയാണ്. ഉദൽ, അതേപോലെ തന്നെ ഖാറ. ഈ രണ്ട് ഗോത്രങ്ങൾ അവർ സമീപിച്ച് അവർക്ക് വലിയ തുകയെല്ലാം ഓഫർ ചെയ്തു. എന്നിട്ട് അവർ ഈ മൂന്ന് ഗോത്രങ്ങൾ കൂടെ ഒരു പദ്ധതി ഒരുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ആ ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതായിട്ട് അഭിനയിച്ച് അവർ മദീനയിലേക്ക് പോയി റസൂലുള്ളാഹിനോട്, ഞങ്ങളുടെ ഗോത്രം ഇസ്ലാം പഠിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടി ഒരു അല്പം ആളുകളെ പറഞ്ഞയക്കണമെന്ന് റസൂലുള്ളാഹിനോട് അവരാവശ്യപ്പെടും. റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രബോധന രംഗത്ത് പോസിറ്റീവായിട്ടുള്ളൊരു ചലനം അത് അങ്ങേയറ്റം സന്തോഷം ഉണ്ടാക്കുന്നതാണ്. നേരത്തെ മദീനയുടെ ചരിത്രത്തിലും റസൂലുള്ളാഹി മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അഡ്വാൻസ് ആയിട്ട് അയച്ചിരുന്നു. മുന്നോട്ടുള്ള ചരിത്രത്തിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുന്നതെല്ലാം കാണാൻ സാധിക്കും. ആ രൂപത്തിൽ റസൂലുള്ളാഹി ആവശ്യപ്പെടുന്ന സമയത്ത് റസൂലുള്ളാഹി അയക്കുന്ന ആളുകളെ അവരെ വധിക്കുക, അതായിരുന്നു അവരൊരുക്കിയ പദ്ധതി. ഈ ഒരു പ്ലാൻ, അതായത് ഒരല്പനേരം ഇസ്ലാമായിട്ട് അഭിനയിക്കുക, അതുവഴി മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുക, ഇതിൻ്റെ എല്ലാം വ്യത്യസ്ത വെർഷനുകൾ ആധുനിക ലോകത്തും ശത്രുക്കൾ മറ്റൊരു രൂപത്തിൽ പയറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദക്കാരിൽപ്പെട്ട ചില ആളുകൾ ഈ രൂപത്തിലുള്ള ചതി ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. 72ാമത്തെ ആയത്തിൽ, വഖാല ത്വാഇഫത്തും മിൻ അഹ്ലിൽ കിതാബി ആമിനു ബില്ലദി ഉൻസില അലല്ലദീന ആമനു വജഹന്നഹാരി വഖ്ഫുറു ആഖിറ ലഅല്ലഹും യർജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അപ്പോൾ വേദക്കാരിൽപ്പെട്ട ചില ആളുകൾ അവർ മുസ്ലിങ്ങളുടെ മനോധൈര്യം കെടുത്താൻ വേണ്ടി ഒരല്പം ആളുകൾ അവർ പണമെല്ലാം നൽകി അവർ ഇസ്ലാം സ്വീകരിച്ചതായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിക്കും. അതിനുശേഷം ഒരല്പം കഴിയുമ്പം അവർ മുർത്തദാകും. അതിനുശേഷം ഇസ്ലാമിൽ നിരവധി കുഴപ്പങ്ങളുണ്ടെന്നെല്ലാം അവർ പ്രചരിപ്പിക്കും. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ മനസ്സിൽ സംശയം, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഫിത്ന ഉണ്ടാക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആധുനികമായിട്ടുള്ള ചില ട്രെൻഡുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. അപ്പോൾ നമുക്കറിയാം, നിരവധി എക്സ് മുസ്ലിങ്ങളെല്ലാം ആ രൂപത്തിലുള്ള കുപ്പായ അണിയിച്ച് പല ആളുകളെയും സാമ്പത്തിക സഹായമെല്ലാം നൽകി ഈ രൂപത്തിൽ കൊണ്ടുവന്നിരുത്താറുണ്ട്. അവരെല്ലാം യഥാർത്ഥത്തിൽ അവരെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 99% അവർ ഉപരിപ്ലവമായിട്ട് മാത്രം ആ മതത്തെ മനസ്സിലാക്കിയ ആളുകളായിരിക്കും. അവർ ചില ഫിഖ്ഹി കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ അവിടെ ഇവിടെയും പഠിച്ച് പരിശുദ്ധ ഖുർആൻ അതല്ലെങ്കിൽ ആഴത്തിൽ അവരാരും സമീപിച്ചതായിട്ട് കാണാൻ സാധ്യമല്ല. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് പല ആളുകളും വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവത്തിൻ്റെ പേരിലായിരിക്കും ആ മതം ഉപേക്ഷിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് അവരെ വിലക്കെടുത്ത് ഈ രൂപത്തിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊന്നും പുതിയതല്ല, പഴയ കാലത്ത് തന്നെ അവർ പയറ്റിയിട്ടുള്ള തന്ത്രങ്ങളുടെ ആവർത്തനം മാത്രമാണ്. അപ്പോൾ ഏതായിരുന്നാലും ഈ രൂപത്തിൽ ആ ഹുദൈൽ ഗോത്രം ചില ആളുകളെ ഈ രൂപത്തിൽ മുസ്ലിമായി അഭിനയിച്ചുകൊണ്ട് അവരെ മദീനയിലേക്ക് പറഞ്ഞേക്കുകയാണ്. അങ്ങനെ അവർ ഹിജ്റ വർഷം 4 സഫർ മാസം, അതായത് ഉഹുദ് കഴിഞ്ഞ് ഏകദേശം 5 മാസത്തിന് ശേഷം അവർ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി എത്തുകയാണ്. ശേഷം അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഇന്ന ഫീന ഇസ്ലാമൻ ഫബഅസ് മഅനാ നഫറൻ മിൻ അസ്ഹാബി യഫഖിഹൂനനാ ഫിദ്ദീൻ. അപ്പോൾ പ്രവാചകരെ, ഞങ്ങളുടെ ഗോത്രത്തിൽ പല ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അവരെ പഠിപ്പിക്കാൻ വേണ്ടി
നിങ്ങളുടെ അസ്ഹാബി, നിങ്ങളുടെ അനുയായികളിൽപ്പെട്ട ചില ആളുകളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം. റസൂലുള്ള അത് കേട്ട സമയത്ത് അങ്ങേയറ്റം സന്തോഷിക്കുകയാണ്. അങ്ങനെ റസൂലുള്ള പ്രഗത്ഭരായിട്ടുള്ള 6 സ്വഹാബികളെ, ചില റിപ്പോർട്ടുകളിൽ സ്വഹീൽ ബുഖാരിയിലുള്ള റിപ്പോർട്ട് പ്രകാരം 10 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. പ്രധാനമായിട്ടും അസ്ഹാബു സുഫ, അതായത് ആ പള്ളിയിൽ ആ ഇൽമിന് വേണ്ടി മാത്രം സമയം ചെലവഴിച്ചിരുന്ന അതിൽപ്പെട്ട പല ആളുകളെയാണ് റസൂലുള്ള ആ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. റസൂലുള്ളാഹിക്ക് ഈ ചതി അറിയുന്നില്ല. കാരണം നമുക്കറിയാം ഗൈബായിട്ടുള്ള അദൃശ്യ കാര്യങ്ങൾ അത് അള്ളാഹിൻ്റെ അറിവിൽ മാത്രമുള്ളതാണ്. ചില സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് റസൂലിനെ അറിയിച്ചു കൊടുക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആ അറിവ് റസൂലുള്ളാഹിക്ക് ഇല്ല എന്നുള്ളതാണ്. അത് റസൂലുള്ള, അതായത് ഈ ഒരു സംഭവം അവിടെ അരങ്ങേറണം എന്നാണ് അള്ളാഹിൻ്റെ ഖദർ. അത് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനസ്സിലാകാതെ റസൂലുള്ള 6ഓളം ആളുകളെ അവരുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. ഈ ഒരു സംഭവം സ്വഹീൽ ബുഖാരി കാണാൻ സാധിക്കും. പക്ഷേ സ്വഹീൽ ബുഖാരിയിലുള്ള ആ സംഭവത്തിൻ്റെ വിവരണത്തിൽ പല ഗ്യാപ്പുണ്ട്. അത് നമ്മൾ സീറത്ത് ഇബ്നു ഹിശാം വെച്ച് നമ്മൾ ഫില്ല് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ സീറത്ത് ഇബ്നു ഇസ്ഹാഖിൽ ഈ 6 ആളുകളുടെയും പേര് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. 6 ആളുകൾ. ഒന്നാമതായിട്ട് മർസദ് ബിൻ അബി മർസദ് അൽ ഖനവി, ഈ സ്വഹാബി, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. രണ്ടാമത് ആസിം ബിൻ സ്വാബിത്ത്. മൂന്നാമതായിട്ട് ഖുബൈബ് ബിൻ അദി. നാലാമതായിട്ട് സെയ്ദ് ബിൻ ദസിന. അഞ്ചാമതായിട്ട് അബ്ദുല്ലാഹ് ബിൻ ത്വാരിഖ്. ആറാമതായിട്ട് ഖാലിദ് ബിൻ ബുഖൈർ അൽ ലൈസി റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ 6 ആളുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം പറഞ്ഞയക്കുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ 6 അംഗ സംഘത്തിൻ്റെ അമീറായിട്ട്, ലീഡറായിട്ട് റസൂലുള്ള തിരഞ്ഞെടുത്തത് സീറത്ത് ഇബ്നു ഇസ്ഹാഖിൻ്റെ റിപ്പോർട്ട് പ്രകാരം മർസദ് ബിൻ അബി മർസദ് അൽ ഖനബിയാണ്. ഈ ഒരു സ്വഹാബിയെ ശ്രോതാക്കളിൽ ചില ആളുകളെങ്കിലും ഓർക്കുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സീറ വളരെ സീരിയസ് ആയിട്ട് നോട്ടെല്ലാം എഴുതി ശ്രമിക്കുന്ന ആളുകൾ, നിങ്ങളൊരല്പം പിറകിലേക്ക് മറിക്കുകയാണെങ്കിൽ നേരത്തെ സീറയിൽ നമ്മൾ 2 തവണ ഈ സ്വഹാബിയെ പരാമർശിച്ചിട്ടുണ്ട്. ഒന്നൊരല്പം മുമ്പ് ബദറുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിൽ ഓർക്കുന്നുണ്ടാകും. ബദറിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ ഒരല്പം വാഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 70 ഒട്ടകങ്ങൾ മാത്രം. ഒരൊട്ടകത്തെ 3 ആളുകൾ വെച്ച് ഷെയർ ചെയ്യാണ് ഉണ്ടായിരുന്നത്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒട്ടകം ഷെയർ ചെയ്ത 2 ആളുകൾ, ഒന്ന് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഹാബിയുടെ പേര് അവിടെ കാണാൻ സാധിക്കും, മർസദ് ബിൻ അബി മർസദ് അൽ ഖനബി റളിയല്ലാഹു അൻഹു. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് അവിടെയാണ് കടന്നു വരുന്നത്. രണ്ടാമതായിട്ട് ഈ സ്വഹാബി അടുത്ത കാലത്ത്, നിങ്ങൾ ഒരല്പം പിറകിലേക്ക് പോവുകയാണെങ്കിൽ സീറയുടെ 79-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വിവാഹ ജീവിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ഈ സ്വഹാബിയെ സംബന്ധിച്ച് വീണ്ടും ഒരല്പം കൂടെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു. അതായത് അദ്ദേഹം മക്കയിൽ പോയി അവിടെ തടവറയിലുണ്ടായിരുന്ന വിശ്വാസികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതും, അതേപോലെ തന്നെ അവിടെ വെച്ച് അവരുടെ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു പ്രേമബന്ധത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ അനാഖിനെ കണ്ടുമുട്ടുന്നതെല്ലാം നമ്മൾ വിശദീകരിച്ചു. അപ്പോൾ അതാണ് ഈ സ്വഹാബി മർസദ് ബിൻ അബി മർസദ് അൽ ഖനബി റളിയല്ലാഹു അൻഹു. ഞാനിതെല്ലാം റിവൈൻഡ് ചെയ്ത് പ്രത്യേകം പറയാനുള്ള കാരണം ഈ സ്വഹാബി ഈ ഒരു ദൗത്യത്തോടു കൂടെ ഈ ലോകത്തോട് വിട പറയുകയാണ്. അതുകൊണ്ടാണ് ഒരല്പം ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മർസദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ 6 അംഗ സംഘത്തെ, അതേസമയം നേരത്തെ പറഞ്ഞു സ്വഹീൽ ബുഖാരി പ്രകാരം 10 അംഗ സംഘം, അതിൽ ബുഖാരിയുടെ റിപ്പോർട്ട് പ്രകാരം ആ സംഘത്തിൻ്റെ നേതാവായിട്ട് റസൂലുള്ളാഹി തെരഞ്ഞെടുത്തത് ആസിം ഇബ്നു സ്വാബിത്ത് റളിയല്ലാഹു അൻഹുവിനാണ്. ആസിം ഇബ്നു സ്വാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം അൻസാരിയാണ്, ഔസ് ഗോത്രക്കാരനാണ്. ഈ ഒരു 6 അംഗ അല്ലെങ്കിൽ 10 അംഗ സംഘത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗോത്രക്കാരോടൊപ്പം പറഞ്ഞേക്കാണ്. അവർ സന്തോഷത്തോടു കൂടെ അവർ മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ അവർ പോകുന്നത് ഈ ഗോത്രക്കാരുടെ പ്രവിശ്യയായിട്ടുള്ള റജി എന്നുള്ള സ്ഥലത്തേക്കാണ്. അത് മക്കക്കും ഒസ്ഫാനും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അതായത് മക്കയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ അകലെയുള്ളൊരു പ്രദേശം. യഥാർത്ഥത്തിൽ റജി എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഹുദൈൽ ഗോത്രക്കാരുടെ വെള്ളമുള്ള ഒരു കിണറിൻ്റെ പേര്, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു തടാകത്തിൻ്റെ പേരാണ് റജി. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം അതിനടുത്ത് വെച്ച് അരങ്ങേറിയത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവം റജി സംഭവം എന്നുള്ള പേരിലാണ് ഈ ഒരു സംഭവം അറിയപ്പെടുന്നത്. അങ്ങനെ അവർ ആ സംഘത്തോടൊപ്പം യാത്ര ചെയ്ത്, ദീർഘദൂരം യാത്ര ചെയ്ത് ആ റജീൻ്റെ അല്ലെങ്കിൽ ആ തടാകത്തിൻ്റെ അടുത്തെത്തിയ സമയത്ത് പെട്ടെന്ന്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ചതിയായിരുന്നു, അവിടെ എത്തിയ സമയത്ത് ഈ ഹുദൈൽ ഗോത്രത്തിൻ്റെ ഒരു ഉപശാഖ അല്ലെങ്കിൽ സബ്ട്രൈബായിട്ടുള്ള ബനു ലഹിയാൻ എന്നുള്ള ഗോത്രത്തിൽപ്പെട്ട 100ഓളം അല്ലെങ്കിൽ 150ഓളം ആളുകൾ വന്ന് ഇവരെ മുഴുവൻ വളയാണ്. ആ സമയത്താണ് ഈ സ്വഹാബികൾക്ക്, ഈ 6 അംഗ സംഘം അല്ലെങ്കിൽ 10 അംഗ സംഘത്തിന് ഇത് മൊത്തം ഒരു ചതിയായിരുന്നെന്ന് അവർക്ക് ആ സമയത്താണ് അവർക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. മുന്നിൽ ആയുധസജ്ജരായിട്ടുള്ള 100-ലധികം ആളുകളാണ് അവരെ വളഞ്ഞിട്ടുള്ളത്. അവരുടെ കയ്യിലാണെങ്കിൽ വേണ്ടത്ര ആയുധങ്ങളൊന്നുമില്ല, കാരണം അവരതിനു വേണ്ടി പുറപ്പെട്ടതല്ല. അപ്പോൾ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കി ഉടനെ തന്നെ ആ സ്വഹാബികൾ
അവിടെ ഉണ്ടായിരുന്ന ഒരു കുന്നിന് അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലേക്ക് അവർ ഓടിക്കയറി അവിടെ അവർ അഭയം പ്രാപിക്കുകയാണ്. കാരണം അവർക്കൊന്നും ചെയ്യാൻ സാധ്യല്ല, അത്രയും വലിയ സംഘമാണ് അവരെ വളഞ്ഞിട്ടുള്ളത്. അപ്പം അവർ ആ കുന്നിന് മുകളിലേക്ക് കയറിയ സമയത്ത് താഴെ നിന്നും ഈ ഗോത്രക്കാർ വിളിച്ചു പറഞ്ഞു, ഇറങ്ങി വരൂ, ഞങ്ങളൊന്നും ചെയ്യില്ല. ഇന്നാ വല്ലാഹിമാൻ ഉരീദ് ഖത്ലാക്കും, ഞങ്ങൾ നിങ്ങളെ കൊല്ലാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് ധൈര്യത്തിൽ ഇറങ്ങി വരാമെന്നെല്ലാം അവർ വിളിച്ചു പറഞ്ഞ സമയത്ത് ആ സ്വഹാബികളെല്ലാം അവരുടെ അമീർ, അവരുടെ നേതാവിനെ നോക്കി. ആ സമയത്ത് ആസിം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, സത്യനിഷേധികളെ, നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് കള്ളം പറഞ്ഞ ആളുകളാണ്. ഇനിയും ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കില്ലെന്ന് ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞ് അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന അമ്പ് അദ്ദേഹം എടുക്കുകയാണ് പോരാടാൻ വേണ്ടി. അതായത് കഴിയുന്ന രൂപത്തിൽ അവസാന നിമിഷത്തിൽ അവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പം അദ്ദേഹം ആ അമ്പ് കയ്യിലെടുത്തു. അതിനുശേഷം മനോഹരമായിട്ടുള്ള ചില കവിതാശകലങ്ങൾ അദ്ദേഹം ഉരുവിടുന്നുണ്ട്. സീറ ഗ്രന്ഥങ്ങൾ അത് കാണാൻ സാധിക്കും. അതോടൊപ്പം 2 പ്രാർത്ഥനകളും അദ്ദേഹം അവസാനമായിട്ട് നടത്തുന്നുണ്ട്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, 2 പ്രാർത്ഥനകൾ. ഒന്നാമത്തെ പ്രാർത്ഥന, അല്ലാഹുമ്മ അഖ്ബിർ അന്നാ നബിയുക്, ഓ അല്ലാഹ്, ഞങ്ങളുടെ ഈ ഒരു വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നീ അറിയിക്കണേ. അതാണ് ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമതായിട്ട് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന, ഓ അല്ലാഹ്, നിൻ്റെ മതത്തിൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം പോരാടിയത്. അപ്പം അതുകൊണ്ട് തന്നെ നീ എൻ്റെ മാംസവും അതേപോലെ തന്നെ എൻ്റെ ശരീരവുമെല്ലാം നീ കാത്തു സൂക്ഷിക്കണേ. എൻ്റെ ശരീരം ഒരിക്കലും നീ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കരുത് എന്ന് അവസാനമായിട്ട് ആസിം റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചിന്തിച്ച് നോക്കുക, വിചിത്രമായിട്ടുള്ള ഈ ഒരു പ്രാർത്ഥനയുടെ കാരണം എന്താണ്? കാരണം മരണപ്പെട്ടതിന് ശേഷം ആ ശരീരം അവരെന്ത് ചെയ്താൽ എന്താണ്? നേരത്തെ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരം കൊത്തി നുറുക്കിയതെല്ലാം ഒരല്പം മുമ്പ് നമ്മൾ ഉഹുദിൽ കണ്ടതാണ്. പക്ഷേ ഈ ഒരു സ്വഹാബി പ്രത്യേകമായിട്ട് എൻ്റെ ശരീരം സംരക്ഷിക്കണേ എന്ന് ഈ ഒരു സ്വഹാബി പ്രാർത്ഥിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിലൊരു കാരണം ഉണ്ടാകും. തീർച്ചയായിട്ടും അതിനൊരു കാരണമുണ്ട്. ആ കാരണം അറിയണമെങ്കിൽ നമ്മളൊരല്പം റിവൈൻഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഉഹുദിൻ്റെ യുദ്ധക്കളത്തിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഇപ്പോൾ ഉഹുദ് യുദ്ധാനന്തരം ഹംസ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്ത ക്രൂരത നമുക്കറിയാം. വലിയൊരു പ്രതികാരത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു അത്. സമാനമായിട്ട് ഉഹുദിൻ്റെ യുദ്ധഭൂമിയിൽ വെച്ച് മറ്റൊരു സ്ത്രീയും സമാനമായിട്ട് വലിയൊരു പ്രതികാരം പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അത് ശത്രുക്കളിൽപ്പെട്ട സുലാഫ എന്നുള്ളൊരു സ്ത്രീയാണ്. ആ സുലാഫ എന്നുള്ള സ്ത്രീ അവർ യുദ്ധാനന്തരം ആ യുദ്ധക്കളം അവർ പരതിയ സമയത്ത് അവിടെ ഭർത്താവ് മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതോടൊപ്പം അവരുടെ 2 മക്കൾ മുസാഫി, കിലാബ് മറ്റൊരു ഭാഗത്ത് മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. 3ാമത്തെ മകൻ ജൂലാസ്, ആ മകൻ മരണത്തോട് മല്ലടിച്ച അവസാന നിമിഷങ്ങളിലാണ്. അപ്പോൾ മാതാവ് അങ്ങോട്ട് ഓടിച്ചെന്ന് ചോദിച്ചു, ആരാണ് നിങ്ങളെ ഈ രൂപത്തിൽ വെട്ടിയത്? അപ്പോൾ ആ മകൻ അവസാനമായിട്ട് നൽകിയ പേര് നേരത്തെ പറഞ്ഞ ആസിബ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണ്. ആ പേര് കേട്ട ഉടനെ തന്നെ ഈ സുലാഫ യുദ്ധക്കളത്തിലൊരു ഭ്രാന്തിയെപ്പോലെ വിലപിച്ച് ആർത്തട്ടഹസിച്ചുകൊണ്ട് അവിടെ വെച്ച് ഒരു പ്രതികാരം പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞു, എനിക്ക് ആസിമിനോട് ഇതിന് പകരം ചെയ്യണം. അയാളുടെ തലയോട്ടിയിൽ ഞാൻ മദ്യപിക്കും, അയാളുടെ തലയോട്ടിയിൽ എനിക്ക് മദ്യപിക്കണം. അത് ചെയ്യാതെ എൻ്റെ വേദന ഒരിക്കലും വിട്ടുമാറില്ല. അതുകൊണ്ട് തന്നെ ആസിമിനെ ആരെങ്കിലും വധിക്കുകയാണെങ്കിൽ അവൻ്റെ തല എൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ തടവുകാരനാക്കി എൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ഇനാമായിട്ട് ഞാൻ 100 ഒട്ടകം ഞാൻ നൽകും. 100 ഒട്ടകം അവർക്ക് സമ്മാനമായിട്ട് നൽകും. അപ്പം ഇത് പ്രഖ്യാപിച്ചത് മുതൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ശത്രുക്കളിൽപ്പെട്ട ആളുകളും ഈ ആസിമിൻ്റെ തലക്ക് വേണ്ടി പല ആളുകളും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് നൽകിയാൽ ഒരു വലിയ നിധിയാണ് കിട്ടാൻ പോകുന്നത്. കാരണം സുലാഫക്ക് ആ തലയോട്ടിയിൽ മദ്യപിച്ചുകൊണ്ട് ആ പ്രതികാരം തീർക്കണം. ഈ ഒരു വാർത്ത ആസിം റളിയല്ലാഹു അൻഹുവിന് അറിയാവുന്നത് കൊണ്ടാണ് ആസിം റളിയല്ലാഹു അൻഹു ആ ശരീരത്തെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കണമെന്ന്, അതായത് ഈ ഒരു നീചകൃത്യത്തിന് വിട്ടു നൽകാതെ ആ ശരീരത്തെ തടയണമെന്ന് അള്ളാഹു സുബ്ഹാനഹു അവസാനമായിട്ട് പ്രാർത്ഥിക്കാനുണ്ടായ കാരണം. അങ്ങനെ ഈ 6 ആളുകളും അവിടെ അവർ കഴിയുന്ന രൂപത്തിൽ അവർ പോരാടാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന അമ്പെല്ലാം ഉപയോഗിച്ച് അവർ താഴേക്ക് ശത്രുക്കൾ അമ്പ് ചെയ്ത് വീഴ്ത്തി. എത്രയായാലും 100-ലധികം വരുന്ന ആളുകളുടെ എത്ര നേരം എന്ന് വെച്ചിട്ടാണ് പിടിച്ചു നിൽക്കുക. അങ്ങനെ അവസാനം ഈ 6-ൽ 3 ആളുകൾ അവിടെ വെച്ച് ഷഹീദാവുകയാണ്. ഒന്നാമതായിട്ട് ഷഹീദായി വീണത് നേരത്തെ പറഞ്ഞ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. രണ്ടാമതായിട്ട് നേരത്തെ നമ്മൾ വിശദീകരിച്ച മർസദ് ഇബ്നു അബി മർസദ് അൽ ഗനവി റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ 3ാമതായിട്ട് ഖാലിദ് ഇബ്നു ബുഖൈർ അൽ ലൈസി റളിയല്ലാഹു അൻഹു. ഈ 3 ആളുകൾ അവിടെ വെച്ച് അവർ ഷഹീദാവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ 3 ആളുകളെ ശത്രുക്കൾ വധിച്ചു. ഇനി അവശേഷിക്കുന്നവരിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പൂർണ്ണമാക്കുകയാണ്. ആസിം റളിയല്ലാഹു അൻഹുവിനെ വധിച്ച ഉടനെ തന്നെ ആ ശരീരത്തിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഗോത്രക്കാരെല്ലാം മത്സരിച്ച് ഓടുകയാണ്. കാരണം ആ തല, ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ തല ആ സുലാഫക്ക് നൽകിയാൽ
100 ഒട്ടകമാണ് അവിടെ സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ആ ശരീരത്തിൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് വലിയൊരു അത്ഭുതം സംഭവിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിച്ച് വലിയൊരു കറാമത്ത് അവിടെ സംഭവിക്കുകയാണ്. അടുത്തെത്തിയ സമയത്ത് സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസിൽ ഫബഅസല്ലാഹു ലി ആസിമിൻ മിസ്ല ദുല്ലത്തി മിന ദുബർ, അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു മേഘക്കൂട്ടം പോലെയുള്ള ഒരു വലിയ കടന്നൽ കൂട്ടം ഒന്നാകെ വന്ന് എവിടെ നിന്നോ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ശരീരം പൊതിയാൻ. ഒരാൾക്കും ആ ശരീരത്തിൻ്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അവൻ്റെ സൃഷ്ടികളെ പല രൂപത്തിലായിട്ട് ഉപയോഗിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായം നൽകും. സൂറത്ത് മുദ്ദസ്സിറിൻ്റെ 31-ാമത്തെ ആയത്ത് വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തും അവൻ്റെ സൈന്യമായിട്ട് ഉപയോഗിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള സഹായങ്ങൾ നൽകുമെന്നുള്ളതാണ്. ഇത് നമ്മൾ സീറയിൽ തന്നെ മക്കി കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ട് ആ കരാറ്, ആ കഅബാലയത്തിനുള്ളിൽ വെച്ച കരാറ്, ചെതൽക്കൂട്ടത്തെ അയച്ച് ആ കരാറ് ഭക്ഷിപ്പിച്ച്, അതായത് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെതലുകൾ വഴി സംരക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിനെല്ലാം മുമ്പ് റസൂലുള്ളാഹിൻ്റെ ജനനത്തിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല അബാബിയിൽ പക്ഷികളെ അയച്ച്, അർസല അലൈഹിം ത്വയ്റൻ അബാബിയിൽ, ആ പക്ഷികളെ അയച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബാലയത്തെ സംരക്ഷിച്ചത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പം അതും ഇതേ രൂപത്തിൽ സമാനമായിട്ടുള്ള സംഭവങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ കടന്നൽ കൂട്ടത്തെ അയച്ച് ആ ഒരു ശരീരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുകയാണ്. അപ്പോൾ അതിനെ അകറ്റാൻ വേണ്ടി അവരറിയാവുന്ന പണിയെല്ലാം ചെയ്തു നോക്കി, പക്ഷേ അത് പോകുന്നില്ല. അങ്ങനെ അവർ രാത്രിയാകുന്നത് വരെ അവിടെ കാത്തു നിൽക്കുകയാണ്. കാരണം രാത്രിയാകുന്ന സമയത്ത് ഇത്തരം ജീവികളെല്ലാം അവർ കൂടണയും. അപ്പോൾ പ്രതീക്ഷയോടുകൂടെ ഒരു കൂട്ടം ആളുകൾ അവിടെ നിൽക്കുകയാണ്. പക്ഷേ വീണ്ടും ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. രാത്രിയായ സമയത്ത് പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ട് ശക്തമായിട്ടുള്ള മഴ, ഇടിയും മിന്നലോടും കൂടെയുള്ള ശക്തമായിട്ടുള്ള മഴ വർഷിക്കുകയാണ്. അവിടെയുള്ള ആളുകൾ, പ്രായം ചെന്ന ആളുകൾ, ഇത്രയും ശക്തമായിട്ടുള്ളൊരു മഴ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ആ രൂപത്തിലുള്ള മഴ വർഷിച്ച് അവിടെയെല്ലാം ശക്തമായിട്ടുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടാവുകയാണ്. അങ്ങനെ വലിയൊരു വെള്ളത്തിൻ്റെ ഒഴുക്ക് ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ശരീരം കിടക്കുന്ന ആ ദിശയിൽ വന്ന് ആ ശരീരമായിട്ട് പോവാണ്. ആ വെള്ളം ആ ശരീരം കൊണ്ടുപോവാണ്. പിന്നീട് ഒരാളും ആ ശരീരത്തെ പിന്നീട് ഒരാളും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാനല്ലാഹ് ആ രൂപത്തിൽ ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ശരീരത്തെ സംരക്ഷിക്കാൻ. ഈ ഒരു വാർത്ത പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വാർത്ത കേട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യഹ്ഫദുല്ലാഹുൽ അബ്ദുൽ മുഅ്മിൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായിട്ടുള്ള ദാസന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല മരണാനന്തരവും അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നു, ജീവിതകാലത്ത് സംരക്ഷിച്ചതുപോലെ. സുബ്ഹാനല്ലാഹ്. ആ ഒരു പ്രാർത്ഥന കേട്ട് ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ശരീരത്തെ ആ മൃതദേഹം വികൃതമാക്കാൻ അല്ലെങ്കിൽ ആ തലയോട്ടിയിൽ മദ്യം കുടിക്കാൻ അതിനൊന്നും ഒരാൾക്കും കഴിഞ്ഞില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നെല്ലാം അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും അടുത്ത അവൻ്റെ ഔലിയാക്കളായിട്ടുള്ള ആളുകൾക്കുള്ള കറാമത്തുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിച്ച് നൽകുന്ന കറാമത്തുകളാണിതെല്ലാം. ഇത് ഈ ഒരു സംഭവം, അതേപോലെ തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം അതിനുള്ള ഉദാഹരണങ്ങൾ. അതുകൊണ്ടാണ് ഇമാം നബവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഒരു ഹദീസ് റിയാദു സ്വാലിഹീൻ അതിൻ്റെ 253-ാമത്തെ അധ്യായം ബാബു കറാമാത്തിൽ ഔലിയാ വ ഫദ്ലിഹിം, ആ ഔലിയാക്കളുടെ കറാമത്തും അവരുടെ ശ്രേഷ്ഠതകളെല്ലാം വിവരിക്കുന്ന ആ ഒരു ചാപ്റ്ററിലാണ് ഈ ഒരു ഹദീസ് എല്ലാം കൊടുക്കുന്നത്. പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ഇത്തരം കറാമത്തുകൾ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ആ ഖൈറു ഉമ്മത്തായിട്ടുള്ള ആ ഒരു തലമുറയിൽ നിരവധി ഇത്തരം കറാമത്തുകൾ സ്വഹാബികളിലൂടെ സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കും. അത് മറ്റൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് പ്രത്യേകമായിട്ട് ആ ഒരു വിഷയം പിന്നീട് ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരാണ്. ആസിം റളിയല്ലാഹു അൻഹു അടക്കം 3 ആളുകൾ അവിടെ ഷഹീദായി. ഇനി ബാക്കിയുള്ള 3 ആളുകൾ ആ മലമുകളിലുണ്ട്. അപ്പോൾ അവരോട് താഴെ നിന്ന് ആ ഗോത്രക്കാർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ താഴെ ഇറങ്ങി വരാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അഭയം നൽകും, നിങ്ങളെ ഞങ്ങൾ വധിക്കില്ല. ആ രൂപത്തിലുള്ള വാഗ്ദാനങ്ങളെല്ലാം അവർ നൽകുകയാണ്. ഒരു ഗതിയില്ലെന്ന് കണ്ട സമയത്ത് ഈ 3 ആളുകൾ കീഴടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കാരണം 3 ആളുകൾ എത്രയെന്ന് വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു സംഘത്തോട് അവർ യുദ്ധം ചെയ്യുക? അങ്ങനെ ഈ 3 ആളുകൾ, അവശേഷിക്കുന്ന 3 ആളുകൾ, ഒന്ന് ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു, രണ്ടാമതായിട്ട് സെയ്ദ് ബിൻ ദസിന റളിയല്ലാഹു അൻഹു, മൂന്നാമതായിട്ട് അബ്ദുല്ലാഹ് ബിൻ ത്വാരിഖ് റളിയല്ലാഹു അൻഹു. ഈ 3 ആളുകൾ ആ കുന്നിന് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാൻ. അപ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന് ആ ഗോത്രക്കാർക്ക് പിടികൊടുത്ത ഉടനെ തന്നെ അവരുടെ സ്വഭാവം മാറി. അവർ പിടിച്ച് ഈ 3 ആളുകളുടെയും കൈകൾ പിറകിലേക്ക് കെട്ടുകയാണ്. വളരെ പരുഷമായിട്ട് അവരോട് പെരുമാറാണ്. ഉടനെ തന്നെ ആ 3-ൽ അബ്ദുല്ലാഹ് ബിൻ ത്വാരിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് 1-ാമത്തെ വഞ്ചനയാണ്. ഇവർ നമ്മളെ വഞ്ചിക്കുകയാണെന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവാണിത്. ഈ രൂപത്തിൽ ഇതിന് നിന്നു കൊടുക്കാൻ ഞാനില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അവർ പറയുന്നൊന്നും അദ്ദേഹം കേൾക്കുന്നില്ല. അവർ നടക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം അതിന് വിസമ്മതിക്കുകയാണ്. ആ കൈകെട്ടിയ അവസ്ഥയിൽ
അദ്ദേഹം അവരുമായിട്ട് പോരാടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവരുടനെ തന്നെ അദ്ദേഹത്തെ വധിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെയും വധിച്ച് അബ്ദുല്ലാഹി ത്വാരിഖ് റളിയല്ലാഹു അൻഹുവും അവിടെ വെച്ച് അദ്ദേഹം ഷഹീദാവാൻ. ഇനി അവശേഷിക്കുന്നത് രണ്ട് ആളുകൾ മാത്രം. ഒന്ന് ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹു, രണ്ടാമതായിട്ട് സെയ്ദ് ബിൻ ദഥീന റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ രണ്ടാളുകളെയും വധിക്കാതെ മക്കയിലുള്ള ഖുറൈശികൾക്ക് കൈമാറാനാണ് ഈ ഗോത്രക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം വധിച്ചു കഴിഞ്ഞു. പക്ഷേ ഖുറൈശികൾക്ക് ഇവരെ ജീവനോടെ കൊടുക്കുകയാണെങ്കിൽ വലിയൊരു തുക ഖുറൈശികൾ നൽകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടാളുകളും ബദറിൽ വെച്ച് ഖുറൈശികളുടെ പ്രധാനപ്പെട്ട 2 നേതാക്കളെ വധിച്ചിരുന്നു. അപ്പോൾ അതിന് പക തീർക്കാൻ വേണ്ടി ആ വധിച്ച ആ കുടുംബം, ആ ഗോത്രക്കാർ ഇവരെ വില കൊടുത്ത് വാങ്ങും, ആ പ്രതികാരം ചെയ്യാൻ വേണ്ടി. അങ്ങനെ സെയ്ദ് ബിൻ ദഥീന റളിയല്ലാഹു അൻഹുവിനെ വാങ്ങിയത് വലിയൊരു വില കൊടുത്ത് സഫ്വാൻ ഇബ്നു ഉമയ്യ സെയ്ദ് ബിൻ ദഥീനയെ വാങ്ങാണ് റളിയല്ലാഹു അൻഹു. കാരണം എന്താണെന്ന് വെച്ചാൽ സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ പിതാവ് ഉമയ്യ ബിൻ ഖലഫിനെ നമുക്കറിയാം ബദറിൽ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ആണ് വധിച്ചത്. പക്ഷേ ആ ബിലാലിനോടൊപ്പം പ്രധാനമായിട്ട് ബിലാലിനെ സഹായിക്കാൻ ഈ സെയ്ദ് ബിൻ ദഥീന റളിയല്ലാഹു അൻഹു ബിലാലിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പിതാവിൻ്റെ വധത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി സഫ്വാൻ ഇബ്നു ഉമയ്യ സെയ്ദ് ബിൻ ദഥീന റളിയല്ലാഹു അൻഹുവിനെ വില കൊടുത്ത് വാങ്ങാൻ. അതേസമയം ഹുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങിയത് ബനു ഹാരിസ് ബിൻ ആമിറിൻ്റെ മക്കളാണ്. കാരണം അവരുടെ പിതാവ് ഹാരിസ് ബിൻ ആമിറിനെ ഹുബൈബ് റളിയല്ലാഹു അൻഹു ബദറിൽ വെച്ച് വധിച്ചിരുന്നു. അപ്പോൾ പിതാവിൻ്റെ ആ വധത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇഞ്ചിഞ്ചായിട്ട് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി വലിയൊരു തുക കൊടുത്ത് അവർ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വാങ്ങാൻ. അപ്പോൾ അവർ ഈ 2 സ്വഹാബികളെയും അവർ ഉടനെ തന്നെ വധിക്കുന്നില്ല. അവർ ഒരല്പകാലം അവരെ തടവിൽ പാർപ്പിക്കുകയാണ്. അതിൻ്റെ കാരണം വിചിത്രമാണ്. കാരണം അവർ പവിത്ര മാസത്തിലായിരുന്നു, ദുൽഖഅദ് മാസത്തിലാണ്, അഷ്ഹറുൽ ഹുറുമിലാണ്. അപ്പോൾ അത് ആ പവിത്ര മാസം കഴിയുന്നത് വരെ അവരെ തടവിൽ വെക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബനു ഹാരിസക്കാർ അവരുടെ ഒരു തടവറയിൽ ആ കൈകാലുകളെല്ലാം ചങ്ങലകളാൽ ബന്ധിച്ചൊരവസ്ഥയിൽ ആ തടവിൽ വെക്കുകയാണ്. അങ്ങനെ ഒരല്പം കഴിഞ്ഞ് ആ പവിത്ര മാസം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് അവർ വധശിക്ഷ നടപ്പിലാക്കുന്നത് സെയ്ദ് ബിൻ ദഥീന റളിയല്ലാഹു അൻഹുവിൻ്റേതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ സ്വഹാബിയിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ അവർ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യ, അതേപോലെ തന്നെ മക്കയിലുള്ള പ്രധാനപ്പെട്ട നിരവധി നേതാക്കളും വലിയൊരു സംഘം കാണികളുടെ എല്ലാം അകമ്പടിയോടുകൂടെ അവർ അദ്ദേഹത്തെ മക്കയുടെ പുറത്തുള്ള ആ തനഈമിലേക്ക് അവർ കൊണ്ടുപോവാണ് വധിക്കാൻ വേണ്ടി. ആളുകൾ കാണുമാറ് പരസ്യമായിട്ട് വധിക്കുക, അതായിരുന്നു അവരുടെ പദ്ധതി. അപ്പോൾ ഈ സമയത്തും സെയ്ദ് ബിൻ ദഥീന റളിയല്ലാഹു അൻഹുവിന് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അചഞ്ചലമായിട്ടുള്ള വിശ്വാസം കാരണം അദ്ദേഹം വളരെ കൂളായിട്ടാണ് അവരോടൊപ്പം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഭാവം എല്ലാം കണ്ട് നെട്ടിയ അബൂ സുഫിയാൻ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പ്രവാചക സ്നേഹം വിവരിക്കുന്ന പല സദസ്സുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള സംഭവം. ആ സംഭവത്തിൻ്റെ കോണ്ടക്സ്റ്റ് ഈ ഒരു സന്ദർഭമാണ്. അബൂ സുഫിയാൻ ചോദിച്ചു, അൻഷുദക്കല്ലാ യാ സെയ്ദ്, ഓ സെയ്ദ്, അള്ളാനെ മുൻനിർത്തി നിങ്ങൾ പറയുക, തുഹിബ്ബു അന്ന മുഹമ്മദൻ ഇൻദന അൽ ആന ബി മക്കാനിക് നദ്രിബ് ഉനുഖഹു വ അന്നക ഫി അഹ്ലിക്. നിങ്ങളുടെ സ്ഥാനത്ത് മുഹമ്മദിനെ നിർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ കഴുത്ത് വെട്ടുകയും നീ ഈ സമയത്ത് സ്വസ്ഥമായിട്ട് നിൻ്റെ കുടുംബത്തോടൊപ്പം കഴിയുകയും ചെയ്യുകയാണെങ്കിൽ അത് നിനക്ക് ഇഷ്ടമല്ലേ? അതായത് നീ ഇപ്പോൾ നിൽക്കുന്ന നിൻ്റെ സ്ഥാനത്ത് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് നിർത്തുകയാണെങ്കിൽ നീ വളരെ സമാധാനത്തോടു കൂടെ വളരെ റിലാക്സ് ആയിട്ട് നിൻ്റെ കുടുംബത്തോടൊപ്പം ആണെങ്കിൽ അതല്ലേ നീ ഇഷ്ടപ്പെടുന്നത്? ആ ചോദ്യം കേട്ട സമയത്ത് സെയ്ദ് ബിൻ ദഥീന റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് നൽകിയ മറുപടി അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽ ആൻ ഫി മക്കാനിഹി. അള്ളാഹുവാണ്, ഞാൻ എൻ്റെ കുടുംബത്തിലിരിക്കുന്ന സമയത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ളു കുത്തുന്നത് പോലും എനിക്ക് സഹിക്കില്ല. അതിനേക്കാൾ ഭേദം ഇതാണ്. ഈ ഒരു മറുപടി കേട്ട് അത്ഭുതപ്പെട്ട അബൂ സുഫിയാൻ അദ്ദേഹം പിന്നീട് പ്രതികരിക്കുന്നുണ്ട്, മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദൻ. അതായത് മുഹമ്മദിൻ്റെ അനുയായികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത്രയേറെയാണ് അനുയായികളായിട്ടുള്ള ആളുകൾ അവരുടെ നേതാവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്. അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളുടെ ആ സ്നേഹത്തെപ്പറ്റി ആ സമയത്ത് ശത്രുവായിട്ടുള്ള അബൂ സുഫിയാൻ നൽകുന്ന സാക്ഷ്യം നോക്കുക. അത്രയേറെ ആ സ്വഹാബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ അവർ സെയ്ദ് ബിൻ ദഥീന റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി അവിടെ നിർത്തി. ശേഷം ആ ഖുറൈശികളിൽപ്പെട്ട നസ്താസ് എന്നുള്ള നീചനായിട്ടുള്ളൊരു വ്യക്തി, ആ മുശ്രിക്കായിട്ടുള്ള അയാൾ ആ ഒരു കുന്തം കൊണ്ട് ഓടി വന്ന് സെയ്ദ് ബിൻ ദഥീന റളിയല്ലാഹു അൻഹുവിനെ ആഞ്ഞു കുത്തുകയാണ്. അദ്ദേഹം ആ കുത്തേറ്റ് ആ കലിമ ചൊല്ലിക്കൊണ്ട് സെയ്ദ് ബിൻ ദഥീന റളിയല്ലാഹു അൻഹു ഷഹീദായി നിലം പതിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്,
ഈ സംഭവത്തിനെല്ലാം ദൃക്സാക്ഷികളായിട്ടുള്ള പല ആളുകളും, വലിയൊരു ശതമാനം ആളുകൾ പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നേരത്തെ പറഞ്ഞ അബൂ സുഫിയാൻ്റെ മകനായിട്ടുള്ള മുആവിയ ഇബ്ൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്നെയാണ് പിൻകാലഘട്ടത്തിൽ ഈ സംഭവം എല്ലാം ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ അവർ ആദ്യം സെയ്ദ് ഇബ്നു ദഥിന റളിയല്ലാഹു അൻഹുവിനെ അവർ വധിക്കുകയാണ്. ഇനി അവസാനമായിട്ട് ആ ഗണത്തിൽ അവശേഷിക്കുന്ന ഏക സ്വഹാബി ഖുബൈബ് ഇബ്നു അദീ റളിയല്ലാഹു അൻഹു ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം ആ ബനു ഹാരിസക്കാരുടെ തടവറയിലാണ്. അപ്പോൾ ആ തടവറയിൽ ആ കൈകാലുകളെല്ലാം ചങ്ങലകളാൽ ബന്ധിച്ച അവസ്ഥയിൽ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഹാരിസിൻ്റെ മക്കളാണ് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് ആ തടവറയിൽ വെച്ചുണ്ടായ ഒരു അത്ഭുതം സ്വഹീൽ ബുഖാരി തന്നെ കാണാൻ സാധിക്കും. കാരണം ഈ ആളുകളെല്ലാം പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ പിന്നീട് ഇസ്ലാം ആയതിനു ശേഷം അവർ അന്ന് കണ്ട അത്ഭുതം സൂചിപ്പിക്കുകയാണ്. ഹാരിസിൻ്റെ മകൾ, അതല്ലെങ്കിൽ ആ വീട്ടിലെ വേലക്കാരി, ഒരിക്കൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ തടവറയിലേക്ക് പോയ സമയത്ത്, എന്തോ ഒരു ആവശ്യത്തിന് പോയ സമയത്ത് അവിടെ കണ്ട ഒരു കാഴ്ച അവരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഖുബൈബ് റളിയല്ലാഹു അൻഹു ഒരു വലിയ കുല മുന്തിരി ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്ല റസുർ റജുലി അക്കുലു മിൻഹു, അതായത് ഒരാളുടെ തലയോളം വരുന്ന ഒരു വലിയ കുല മുന്തിരിയിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അത്ഭുതപ്പെടാനുള്ള കാരണം അവരാരും അദ്ദേഹത്തിന് മുന്തിരി നൽകിയിട്ടില്ല, അദ്ദേഹത്തിന് പുറത്തു പോയി എടുക്കാനും പറ്റില്ല, അങ്ങോട്ട് ആരും വന്നിട്ടില്ല. അത് മാത്രമല്ല, അതിനേക്കാൾ ഏറ്റവും വലിയ അത്ഭുതം, മക്കയിൽ അക്കാലഘട്ടത്ത് ഒരിക്കലും മുന്തിരി കിട്ടില്ല, അതായത് സീസൺ അല്ലാത്തൊരു സമയമാണ്. ആ സമയത്താണ് അദ്ദേഹം മുന്തിരി ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ അത്ഭുതപ്പെട്ട ആ കൗതുകം കാരണം അവർ ചോദിച്ചു, എവിടെ നിന്നാണ് ഈ മുന്തിരി, ആരാണ് നിങ്ങൾക്ക് നൽകിയത്? അപ്പോൾ അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, ഇന്ന റബ്ബി യുത്അമനി വയസ്ഖീനി, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സച്ചരിതരായിട്ടുള്ള ദാസന്മാർക്ക്, ഔലിയാക്കളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ കറാമത്തുകളാണിതെല്ലാം. അദ്ദേഹം ആ രൂപത്തിൽ മറുപടി പറയുകയാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ തന്നെ മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാനമായിട്ട് ഭക്ഷണം നൽകിയത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. സൂറത്ത് ആല ഇമ്രാനിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുല്ലമാ ദഖല അലൈഹ സക്കരിയ മെഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ, ആ മെഹ്റാബിലേക്ക് പോയ സമയത്തെല്ലാം മറിയം ബീവിയുടെ സമീപത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ, അതായത് ഇതേ രൂപത്തിൽ സീസണിൽ അതായത് ഔട്ട് ഓഫ് സീസൺ ആയിട്ടുള്ള നിരവധി പഴങ്ങൾ അവർ ഭക്ഷിക്കുന്നതായിട്ട് കാണുകയാണ്. ആ സമയത്ത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാലയാ മറിയമു അന്നാ ലക്കി ഹാദ, ഇതെവിടെ നിന്നാണ്? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും എനിക്ക് ലഭിച്ചതാണെന്ന് അവർ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ ഇതേ രൂപത്തിൽ സമാനമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഭക്ഷണങ്ങളാണ്. അങ്ങനെ ആ രൂപത്തിൽ അവർ ആ തടവറയിൽ താമസിക്കുന്നു. അങ്ങനെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള ആ സമയം, ആ ഡേറ്റ് എത്തുകയാണ്. അപ്പോൾ ആ ശിക്ഷ നടപ്പിലാക്കുന്നതിൻ്റെ തലേ ദിവസം, അതല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ വീട്ടുകാരിയോട് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. അദ്ദേഹത്തിന് ക്ഷൗരം ചെയ്യാൻ, ഷേവ് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലേഡ് അല്ലെങ്കിൽ ഒരു കത്തി അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ അധ്യാപനം സ്വഹീഹ് മുസ്ലിമിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ മീശയും നഖവും അതേപോലെ തന്നെ മറ്റുള്ള രോമങ്ങളെല്ലാം, ഗുഹ്യരോമങ്ങളെല്ലാം നിങ്ങൾ 40 ദിവസത്തിലധികം നിങ്ങൾ വിട്ടേക്കരുത്. അപ്പോൾ ആ ഒരു സുന്നത്ത് ആ സമയത്ത് പോലും, കാരണം അദ്ദേഹം നിരവധി ദിവസങ്ങളായിട്ട് ആ തടവറയിലാണ്. അതുമാത്രമല്ല, അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാൻ പോവാണ്. ഈ എല്ലാം വൃത്തിയായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ വേണ്ടി അദ്ദേഹം ഒരുങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ സ്ത്രീ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു കത്തി അല്ലെങ്കിൽ ഒരു ബ്ലേഡ് അദ്ദേഹത്തിന് നൽകുകയാണ്. അപ്പം നൽകിയതിന് ശേഷം 2 ഉദ്ധരണികൾ കാണാൻ സാധിക്കും. ഒരു ഉദ്ധരണി പ്രകാരം ആ വീട്ടിലുള്ള കുട്ടിയുടെ കയ്യിൽ അശ്രദ്ധമായിട്ട് ആ വീട്ടുകാരി കൊടുത്തേക്കാണ്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നൽകിയതിന് ശേഷം അവിടെയുള്ള ആ കുട്ടി അവസാനം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ആ ഒരു വാത്സല്യം കാരണം ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയെടുത്ത് ആ തുടയിലിരുത്തി. അപ്പോൾ വീട്ടുകാരിക്ക് പെട്ടെന്ന് അബദ്ധം മനസ്സിലായ വീട്ടുകാരി ഓടി വന്ന് നോക്കിയ സമയത്ത് കണ്ട കാഴ്ച, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കയ്യിൽ ആ ബ്ലേഡ് അല്ലെങ്കിൽ ആ കത്തി, മറ്റേ തുടയിൽ ആ കുട്ടി ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടുകാരി വല്ലാതെ ഭയപ്പെടുകയാണ്. ആ വീട്ടുകാരിയുടെ ഭയത്തിൻ്റെ ആ മുഖഭാവം മാറി അവരുടെ ആ ഭയത്തിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയ ഖുബൈബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അത്തഖ്ശൈന അൻ അഖ്തുലുഹു, ഞാൻ ഈ പിഞ്ചു കുഞ്ഞിനെ വധിച്ചു കളയെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതുകൊണ്ടാണോ നിങ്ങൾ ഈ രൂപത്തിൽ ഭയപ്പെടുന്നത്? ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ കുൻതു ലി അഫ്അല ദാലിക, അതായത് ഞാൻ ഒരിക്കലത് ചെയ്യില്ല. അതായത് മുസ്ലിമായിട്ടുള്ള എനിക്ക് ആ രൂപത്തിൽ ചിന്തിക്കാൻ പോലും സാധ്യമല്ല. നിങ്ങളെന്താണ് ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത്? അതായത് ആ വീട്ടുകാരി അവർ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ആ രൂപത്തിൽ ചിന്തിച്ചതിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനാണ് ആ വീട്ടുകാരിയേക്കാൾ വിഷമം തോന്നിയത്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്ക്. അതായത് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ നാളെ ഏതായാലും അവർ വധിക്കാൻ പോവാണ്. അപ്പം അദ്ദേഹത്തിന് ഈ സമയത്ത് ഇത് വെച്ച് എന്തെല്ലാം ചെയ്യാം? അതായത് ആ കുട്ടിയെ വെച്ച്
അവരെ ഭീഷണിപ്പെടുത്തുക, അതല്ലെങ്കിൽ ആ കുട്ടിയെ വധിച്ച്, ഏതായാലും ഈ ഗോത്രക്കാർ ചെയ്യുന്ന ക്രൂരതയ്ക്ക് ആ രൂപത്തിൽ അദ്ദേഹത്തിന് പ്രതികാരം ചെയ്യാം, ആ രൂപത്തിലൊന്നും അദ്ദേഹം ചിന്തിക്കുന്നു പോലില്ല. കാരണം അദ്ദേഹം സ്വീകരിച്ച ആദർശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിച്ച മതം അതൊന്നും പഠിപ്പിക്കുന്നില്ല. നിരപരാധിയായിട്ടുള്ള ഒരാളെ വധിക്കാൻ ഒരാൾക്കും അർഹതയില്ല. അത് ഏറ്റവും വലിയ പാപമായിട്ടാണ് പരിശുദ്ധ ഖുർആനിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഒരു നിരപരാധിയായിട്ടുള്ള ആളെ അകാരണമായിട്ട് വധിക്കുന്നത് സൂറത്തുൽ മാഇദയുടെ 32-ാമത്തെ ആയത്തിൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, അത് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വധിക്കുന്നതിന് സമാനമാണ്. ആ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ്റെയും സുന്നത്തിൻ്റെ എല്ലാ അധ്യാപനം. ഈ രൂപത്തിലുള്ള അധ്യാപനങ്ങളും ചര്യയെല്ലാം ഉണ്ടായിട്ടാണ് നിരവധി ശത്രുക്കളായിട്ടുള്ള ആളുകൾ എന്തെല്ലാം ആരോപണങ്ങളാണ് ഇസ്ലാമിനെതിരെ അവർ തൊടുത്തുവിടുന്നത്. അപ്പം ഇതാണ് യഥാർത്ഥത്തിലുള്ള മാതൃകകൾ. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു പെരുമാറ്റവും ആ സമീപനെല്ലാം കണ്ട സമയത്ത് ആ വീട്ടുകാർ പിന്നീട് അവർ പറയുന്നുണ്ട്, വല്ലാഹി മാ റഅയ്തു അസീറൻ ഖൈറ മിൻ ഹുബൈബ്, ഹുബൈബിനെ പോലെ റളിയല്ലാഹു അൻഹു ഉത്തമനായിട്ടുള്ളൊരു യുദ്ധ തടവുകാരനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റ സമീപനം ഇതെല്ലാം കണ്ട സമയത്ത് അവർ പിന്നീട് പറയാൻ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിവസമായി. അന്ന് പ്രഭാതത്തിൽ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ചെയ്തതുപോലെ തന്നെ ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടുകൂടെ അദ്ദേഹത്തെ ആ മക്കയുടെ പുറത്തുള്ള തനഈമിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ അവിടെ ഖുറൈശി പ്രമാണിമാരും നിരവധി ആളുകളെല്ലാം തടിച്ചുകൂടി നിൽക്കുകയാണ്. അവസാനം വധിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം അവസാനമായിട്ട് അവരോട് റിക്വസ്റ്റ്, അദ്ദേഹം പോയി ചോദിച്ചു, എനിക്കൊരു 2 റക്അത്ത് നമസ്കരിക്കാൻ നിങ്ങൾ അനുമതി നൽകുമോ? അപ്പോൾ അവസാനത്തെ ആഗ്രഹമല്ല, ഖുറൈശികൾ സമ്മതിച്ചു. സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസിൽ ഇതെല്ലാം കാണാൻ സാധിക്കും. അദ്ദേഹം പോയി പെട്ടെന്ന് തന്നെ ആ 2 റക്അത്ത് നമസ്കരിച്ച് തിരിച്ചു വരികയാണ്. ശേഷം അവരോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ മരണത്തെ ഭയക്കുന്നത് കൊണ്ടാണ് ഒരുപാട് നേരം ദീർഘനേരം നമസ്കരിച്ചതെന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എളുപ്പത്തിൽ നമസ്കരിച്ചത്. അതല്ലായിരുന്നെങ്കിൽ ഞാൻ ആസ്വദിച്ച് ഒരുപാട് നേരം എടുത്ത് ഞാൻ നമസ്കരിച്ചേനെ. സുബ്ഹാനല്ലാഹ്, ഈമാൻ നോക്കുക. എന്നിട്ട് ഹദീസിൽ പറയുന്നുണ്ട്, ആ മരണത്തിന് തൊട്ടു മുമ്പുള്ള ആ 2 റക്അത്ത് നമസ്കാരം അത് ആദ്യമായിട്ട് നിർവഹിച്ചത് ഹുബൈബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ ഒരു ചര്യ പിന്നീട് നിരവധി സ്വഹാബികളും അതേപോലെ തന്നെ ഇസ്ലാമിക ഖിലാഫത്തിലെല്ലാം നിരവധി അതേ രൂപത്തിലുള്ള കാഴ്ചകൾ പിന്നീട് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശരിവെക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ചര്യ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് അദ്ദേഹമാണ്. അതിനുശേഷം ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ കുരിശിലേറ്റാൻ പോവാണ്. അപ്പോൾ തൂക്കുമരത്തിലേറ്റി കൊല്ലുന്ന ആ ഒരു പതിവ് അത് ഖുറൈശികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അറബികൾക്ക് പതിവില്ലാത്തൊരു രീതിയാണ്. ചില ചരിത്രകാരന്മാർ അവർ നൽകുന്ന നിഗമനം, ഖുറൈശികളിൽപ്പെട്ട ചില പ്രമാണിമാർ അബൂ സുഫ്യാനെ പോലെ അതല്ലെങ്കിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചില ആളുകൾ അവർ മറ്റുള്ള രാജ്യങ്ങളിലേക്കെല്ലാം അവർ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ റോമൻ പ്രവിശ്യകളിലെല്ലാം ആ രൂപത്തിലുള്ള ഒരു ശിക്ഷാവിധി ഉണ്ടായിരുന്നു. അത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കണം ഈ രൂപത്തിലുള്ളൊരു ശിക്ഷാവിധി ഹുബൈബിൻ്റെ കാര്യത്തിൽ അവർ തീരുമാനിക്കാനുള്ള കാരണം. ഏതായിരുന്നാലും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ ആ മരത്തിൽ വരിഞ്ഞു കെട്ടുകയാണ്. അപ്പോൾ അവസാന നിമിഷത്തിൽ പോലും അദ്ദേഹത്തിന് അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, ഈമാൻ കാരണം അദ്ദേഹം വളരെ വളരെ കൂളായിട്ടാണ് അദ്ദേഹം ഡീൽ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് പോലും, ആ കുരിശിലേറ്റുന്ന ആ സമയത്ത് പോലും അദ്ദേഹം ചൊല്ലുന്ന ചില കവിതാശകലങ്ങൾ, ചില ഈരടികൾ ഹദീസുകളിൽ തന്നെ കാണാൻ സാധിക്കും. അദ്ദേഹം പാടാണ്, ഫലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അല ഈ ജംബിൻ ഖാൻ അള്ളാഹു മസ്രഈ. അതായത് ആ വരികളുടെ ആശയം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ മുസ്ലിമായി മരിക്കുന്ന സമയത്ത് അത് ഏത് രൂപത്തിലാണെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. അതായത് നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നാലും അല്ലെങ്കിൽ വെട്ടിക്കൊന്നാലും നിങ്ങൾ കുരിശിലേറ്റിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ മുസ്ലിമായിട്ട് ഷഹീദാകാനുള്ള ഭാഗ്യം അതാണ് ഞാൻ കൊതിക്കുന്നത്. അത് ലഭിച്ചതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം നന്ദി പറയാണ്. അദ്ദേഹം അടുത്ത വരിയിൽ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ എത്ര ചിതറിയ അവയങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഏത് രൂപത്തിൽ എന്നെ വധിച്ചാലും യാതൊരു പ്രശ്നവുമില്ല. അതാണ് അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ പോലും പറയുന്നത്. ആ തൂക്കുമരത്തിലേക്ക് ഏറ്റുന്ന സമയത്ത് അദ്ദേഹം അവസാനമായിട്ട് ദൃഷ്ടികൾ ഉയർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലൈസ ഹൗന അഹദുൻ യുബല്ലിഗു റസൂലക അനിസ്സലാം ഫബല്ലിഗു അൻത സലാം. ഓ അല്ലാഹ്, ഇവിടെ അവസാനമായിട്ട് എൻ്റെ ആ ഒരു സലാം, മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഒരു സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാൻ ഒരാളുമില്ല, റസൂലുള്ളാഹിയിലേക്ക് എത്തിക്കാൻ ഒരാളുമില്ല. അതുകൊണ്ട് നിൻ്റെ പ്രവാചകനെ ഈ ഒരു സലാം നീ അറിയിക്കണേ. അദ്ദേഹം ആ രൂപത്തിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് അതിൻ്റെ ഒരു മറുവശം മദീനയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. മദീനയിൽ മറുവശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോടൊപ്പം അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് റസൂലുള്ളാഹിൻ്റെ മുഖഭാവം മാറുകയാണ്. റസൂലുള്ളാഹി അങ്ങേയറ്റം അസ്വസ്ഥമായിട്ട് കാണുകയാണ്. ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, വഅലൈക സലാം യാ ഹുബൈബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാം അടക്കുകയാണ്. അതിനുശേഷം കൂടെയുള്ള അനുയായികൾക്കൊന്നും മനസ്സിലാകുന്നില്ല. റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ഹാദാ ജിബ്രീൽ യുഖ്രിഉനി മിൻ ഹുബൈബ് അസ്സലാം. അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ സമീപത്തുണ്ട്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സലാം
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ അറിയിച്ചിരിക്കുകയാണ്, അതാണ് ഞാൻ മടക്കിയത്. അതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരങ്ങളെല്ലാം റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൈമാറാൻ വളരെ സങ്കടത്തോടുകൂടെ റസൂലുള്ളാഹി അനുയായികളിലേക്ക് അത് പങ്കുവെക്കാൻ. അപ്പോൾ നമുക്കറിയാം റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷവും ഉമ്മത്തിൽപ്പെട്ട ഏതൊരാളും ചെല്ലുന്ന സലാത്തും സലാമെല്ലാം മലക്കുകൾ വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കുന്നുണ്ട്. സ്വഹീഹായിട്ടുള്ള ഹദീസിൽ അഹ്മദുൻ നസാഇ എല്ലാം ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസിൽ ഇന്ന ലില്ലാഹി മലായിക്കത്തൻ സയ്യാഹീന ഫിൽ അർളി യുബല്ലിഗൂനി അൻ ഉമ്മത്തി സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിനായിട്ട് പ്രത്യേക മലക്കുകളുണ്ട്. അപ്പോൾ ഇവിടെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിൽ ചിന്തിച്ച് നോക്കുക. വഫാത്തിന് ശേഷം ഈ രൂപത്തിലാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സലാം ഏതെങ്കിലും ഒരു മലക്കല്ല, സയ്യിദുൽ മലായിക്കയായിട്ടുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ മറ്റൊരു ആദരവും കൂടെയാണ്. അപ്പോൾ അവർ ആ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ നിന്ന് പച്ച മാംസം അവർ മുറിച്ചെടുക്കുകയാണ്. ഇഞ്ചിഞ്ചായിട്ടാണ് അവർ വധിക്കുന്നത്. ഓരോ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുന്ന സമയത്തും ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനെല്ലാം കണ്ട സമയത്ത് അദ്ദേഹത്തെ ചൊടിപ്പിക്കാൻ വേണ്ടി അവർ ചോദിക്കുകയാണ്, ഓ ഹുബൈബ്, നിൻ്റെ സ്ഥാനത്ത് പകരം മുഹമ്മദ് ആയിരുന്നെങ്കിലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചോദ്യം കേട്ട സമയത്ത് ആ രക്തം വാർന്നൊലിക്കുന്ന ശരീരത്തോടു കൂടെ തന്നെ ഹുബൈബ് റളിയല്ലാഹു അൻഹു നൽകിയ പ്രതികരണം, വല്ലാഹി അല്ലാഹു ആണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതിനേക്കാൾ ഭേദം ഇതാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ സ്നേഹം നോക്കുക. ആ സമയത്ത് പോലും അദ്ദേഹം നടത്തുന്ന പ്രതികരണം നേരത്തെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് സമാനമായിട്ടുള്ള പ്രതികരണമാണ്. അങ്ങനെ അവസാനം അവരദ്ദേഹത്തെ കുരിശിലേറ്റാണ്. ആ സമയത്ത് അവസാനമായിട്ട് അദ്ദേഹം കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ അഹ്സിഹിം അദദ വഖ്തുൽഹും ബദദ വലാ തുബഖി മിൻഹും അഹദ. ഓ അല്ലാഹ്, ഇവരെ ഈ ആളുകളെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തുകയും അവരെ ഒന്നും വിടാതെ ശക്തമായിട്ട് അവരെ നീ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ അവരോട് കണക്ക് ചോദിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു അവസാനമായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു അല്പനേരം കൊണ്ട് തന്നെ അദ്ദേഹം ഷഹീദായിട്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. അദ്ദേഹം മരണപ്പെട്ടത്, ആ മരണം സ്ഥിരീകരിച്ചതോടുകൂടെ ആ ഖുറൈശികൾ അവർ മക്കയിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അവിടെ അരങ്ങേറിയിട്ടുള്ള സീനുകളെല്ലാം അത്യന്തം ഭീകരമായിരുന്നു. അതേപോലെ തന്നെ ഏതൊരാളെയും സ്വാധീനിക്കുന്ന രൂപത്തിലായിരുന്നു ഹുബൈബ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രതികരണം. അപ്പോൾ കണ്ടു നിന്ന പല ആളുകളും ദിവസങ്ങളോളം ആ കാഴ്ച അവരുടെ മനസ്സിൽ നിന്നു. പക്ഷേ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വ്യക്തി സഈദ് ബിൻ ആമിർ അൽ ജുമഹി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം കാഴ്ചക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ മരണത്തിന് മുമ്പിൽ പോലും കാണിച്ച നിർഭയത്വം, അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസവും പ്രതികരണമെല്ലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം കാണിച്ച സ്നേഹം, അതെല്ലാം ഈ വ്യക്തി, അതായത് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. ഈ ഒരു കാഴ്ച അദ്ദേഹത്തെ നിരന്തരം, ആ ഒരു ഓർമ്മ അദ്ദേഹത്തെ വേട്ടയാടാണ്. അപ്പം അതിനെ സംബന്ധിച്ച് ചിന്തിച്ച് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അവസാനം ഈ വ്യക്തി ഇസ്ലാം സ്വീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മരണസമയത്തുള്ള ആ പ്രതികരണം കണ്ട് ഇദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അങ്ങനെ ഈ വ്യക്തി സഈദ് ബിൻ ആമിർ അൽ ജുമഹി റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ വഫാത്തിനെല്ലാം ശേഷം, നമ്മൾ ഒരല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഹിംസിലെ, അല്ലെങ്കിൽ സിറിയയിലുള്ള ഹിംസിലെ ഗവർണറാക്കി ചുമതല നൽകുന്നുണ്ട്. അദ്ദേഹം അവിടെ ചുമതല ഏറ്റതിന് ശേഷം ആ നാട്ടിലുള്ള നാട്ടുകാർ ആ ഗവർണറെ സംബന്ധിച്ച് 3 പരാതികൾ ഖലീഫയെ ബോധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം വളരെ സ്ട്രിക്റ്റാണ്. ഉമർ റളിയല്ലാഹു അൻഹു പരാതി ലഭിച്ച ഉടനെ തന്നെ ആ ഗവർണർ സഈദിനെ ഉമർ റളിയല്ലാഹു അൻഹു വിളിപ്പിക്കുകയാണ്, ജനമധ്യത്തിലേക്ക് വിളിപ്പിക്കുകയാണ്, വിചാരണ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി. ഉമർ റളിയല്ലാഹു അൻഹു ആളുകൾക്കിടയിൽ വെച്ച് തന്നെ ആ 3 പരാതികളുടെ വിശദീകരണം അദ്ദേഹത്തോട് തേടുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ആളുകൾ ധരിപ്പിച്ച പരാതി, അദ്ദേഹം, അതായത് ഞങ്ങളുടെ ഗവർണർ പകൽ വളരെ ലേറ്റായിട്ടാണ് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം മാസത്തിൽ ഒരു ദിവസം തീരെ പുറത്തിറങ്ങാറില്ല. അതാണ് ആദ്യത്തെ പരാതി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, അതിൻ്റെ കാരണം വെളിപ്പെടുത്താൻ എനിക്കൊരാഗ്രഹമില്ല, ഞാനത് രഹസ്യമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ഞാനത് വെളിപ്പെടുത്താൻ നിർബന്ധിതനായിരിക്കുകയാണ്, കാരണം അല്ലെങ്കിൽ ആളുകൾ എന്നെ തെറ്റിദ്ധരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ദിവസവും ലേറ്റായിട്ട് വരാനുള്ള കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ രോഗിയാണ്, വീട്ടുജോലി എടുക്കാൻ അവൾക്ക് കഴിയില്ല. അപ്പോൾ ഞാൻ രാവിലെ അവൾക്ക് വേണ്ട, അതായത് വീട്ടുജോലിയെല്ലാം ചെയ്ത് ആ മാവെല്ലാം കുഴച്ച് പാചകം ചെയ്തതിന് ശേഷമാണ് ഞാൻ പുറത്ത് വരാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ദിനേനെ ലേറ്റായിട്ട് വരാനുള്ള കാരണം. അതേപോലെ തന്നെ മാസത്തിൽ ഒരു ദിവസം പുറത്തിറങ്ങാതിരിക്കാനുള്ള കാരണം, എനിക്ക് വസ്ത്രങ്ങൾ അലക്കാൻ എനിക്ക് അവിടെ വേലക്കാരൊന്നുമില്ല. അതേപോലെ തന്നെ എനിക്ക് കൂടെ മാറാൻ വേറെ വസ്ത്രമൊന്നുമില്ല, ആകെ ഉള്ളത് ഇത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു വസ്ത്രം അലക്കി അന്നത്തെ ദിവസം ഞാനത് ഉണങ്ങാൻ വേണ്ടി കാത്തിരിക്കും, അതുകൊണ്ടാണ് അന്നത്തെ ദിവസം പുറത്തിറങ്ങാത്തത്. ചിന്തിച്ചു നോക്കുക, ഒരു ഭരണാധികാരി നൽകുന്ന ന്യായങ്ങൾ. അപ്പോൾ ഈ രൂപത്തിലായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗവർണർമാർ.
അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിന് അദ്ദേഹം വിശദീകരണം നൽകി, തൃപ്തികരമായിട്ടുള്ള വിശദീകരണം. രണ്ടാമത്തെ പ്രജകളുടെ പരാതി, ഈ ഞങ്ങളുടെ ഗവർണർ രാത്രിയിൽ ഒരാൾക്കും മുഖം കൊടുക്കാറില്ല. അപ്പോൾ അതിനുള്ള വിശദീകരണം ചോദിച്ച സന്ദർഭത്തിലും സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അത് പറയുന്നത് എനിക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ അത്രയും രഹസ്യമായിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പകൽ എൻ്റെ പ്രജകൾക്കും രാത്രി എൻ്റെ റബ്ബിനും വേണ്ടി ഞാൻ നീക്കി വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് രാത്രി സമയം ഞാൻ പ്രജകൾക്ക് നൽകാത്തത്. മൂന്നാമത്തെ കാരണം അതാണ്, മൂന്നാമത്തെ പരാതി അതാണ് നമ്മുടെ വിഷയമായിട്ട് ബന്ധമുള്ളത്. മൂന്നാമത്തെ പരാതിയായിട്ട് അവർ പറഞ്ഞത്, ചില സമയത്തെല്ലാം അദ്ദേഹത്തെ ഒരു ബോധക്ഷയം, അദ്ദേഹം ചില സമയത്ത് അൺകോൺഷ്യസ് ആകും, അല്ലെങ്കിൽ ബോധം കെടാറുണ്ട്. എന്നിട്ട് ആ സമയത്ത് പിന്നീട് അദ്ദേഹം മറ്റെവിടെയെങ്കിലും പോകും. ആ രൂപത്തിൽ അദ്ദേഹത്തെ ബോധക്ഷയം ബാധിക്കുന്നുണ്ട്. അതിനുള്ള കാരണം ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച സമയത്ത് ഈ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, അതിൻ്റെ കാരണം ഞാൻ പണ്ട് അവിശ്വാസി ആയിരിക്കുന്ന സമയത്ത് ആ മക്കയിൽ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വധത്തിന് ഞാൻ സാക്ഷിയായിരുന്നു. ഇഞ്ചിഞ്ചായിട്ട് അവർ അദ്ദേഹത്തെ വധിച്ചതും അദ്ദേഹം അവസാന നിമിഷം വരെ കാണിച്ച അദ്ദേഹത്തിൻ്റെ ഈമാൻ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം കാണിച്ച സ്നേഹം, അദ്ദേഹത്തിൻ്റെ പ്രതികരണം, ആ പ്രഖ്യാപനങ്ങൾ, അതെല്ലാം ഇന്നും എൻ്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ദിനത്തിൽ ഞാൻ ശത്രുപക്ഷത്തായിരുന്നു, അതെല്ലാം കണ്ടു നിന്ന് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയാതെ പോയതിൽ എനിക്ക് അങ്ങേയറ്റം വിഷമമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തെറ്റ് പുറത്തു തരുമെന്നുള്ള വല്ലാത്തൊരാശങ്കയും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇടയ്ക്കെല്ലാം ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരും. ആ ഓർമ്മ വരുന്ന സമയത്താണ് എന്നെ ആ ബോധക്ഷയം ബാധിക്കുന്നത്. അതാണ് അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത്. അപ്പോൾ ചിന്തിച്ചു, അത്രയും ക്രൂരായിട്ടായിരുന്നു അവർ ആ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ അവരവിടെ വധിച്ചത്. അപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഈ രൂപത്തിൽ ഖുറൈശികൾ വധിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് നേരത്തെ ആ വിവരം, ആ വഹി വഴി അദ്ദേഹം നൽകിയ സലാം ലഭിച്ചിരുന്നു. അതിനുശേഷം ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ശരീരം ആ തൂക്കുമരത്തിൽ അനാഥായിട്ട് അവിടെ കിടക്കുന്ന വിവരവും റസൂലുള്ളാഹിക്ക് വഹി വഴി ആ വിവരം ലഭിക്കുകയാണ്. അപ്പോൾ അത് അറിഞ്ഞ ഉടനെ തന്നെ ആ ശരീരം മറവ് ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി ഉടനെ തന്നെ മദീനയിൽ നിന്ന് 2 സ്വഹാബികളെ, മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു, ഈ 2 ആളുകളെ റസൂലുള്ളാഹി ഈ ദൗത്യമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞയക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ അംർ ബിൻ ഉമയ്യ അൽ ലംരി റളിയല്ലാഹു അൻഹുവിനെയാണ് അയച്ചതെന്നും മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. അല്ലാഹു ആലം. ഏതായിരുന്നാലും ഈ സ്വഹാബികൾ അവിടെ പോയി രാത്രി ഖുറൈശികളുടെ കണ്ണുപൊട്ടിച്ച് ആരും കാണാതെ അവർ ആ രഹസ്യമായിട്ട് ആ തൂക്കുമരത്തിൽ കയറി അദ്ദേഹത്തിൻ്റെ ശരീരം എടുത്ത് അവർ അദ്ദേഹത്തെ ഖബറടക്കുകയാണ്. അതോടുകൂടെ ഈ ഒരു സംഭവം, അതായത് റജി സംഭവം അവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ റജി ദുരന്തത്തിൽ 6 അല്ലെങ്കിൽ 10 ആളുകളാണ് രക്തസാക്ഷികളായതെങ്കിൽ അതേ മാസം തന്നെ മുസ്ലിങ്ങളെ മറ്റൊരു വലിയ ദുരന്തം, അതിനേക്കാൾ കഠിനമായിട്ടുള്ളൊരു ദുരന്തം കൂടെ കാത്തിരിക്കുന്നുണ്ട്. അതാണ് അടുത്തതായിട്ട് നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന ആ ബിഅർ മഊന സംഭവം. അതിൽ 70ഓളം പ്രമുഖരായിട്ടുള്ള സ്വഹാബികളാണ് ഇതേ രൂപത്തിൽ വഞ്ചിച്ച് ശത്രുക്കൾ വധിക്കുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള ചരിത്രം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വഹാബികളുടെ ആ ജീവിതം, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രമെല്ലാം ആഴത്തിൽ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും കഴിയുന്നത്ര അത് ജീവിതത്തിൽ പാലിക്കാനും നാളെ അവരോടൊപ്പം ഈ ത്യാഗമെല്ലാം സഹിച്ച് അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള മഹത്തായിട്ടുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.